Hi friends, welcome back to Vikshna the Art World. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നാടൻ നെയ്ച്ചോറും ചില്ലി ചിക്കനുമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എപ്പോഴും എടുക്കാറ് കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരിയാണ്. ഈ അരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മണമാണ്, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുക, അതുപോലെ പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ അരി ഒരു 3/4 കിലോഗ്രാമാണ് ഞാനിന്ന് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3/4 കിലോഗ്രാം അരി കഴുകി കുതിർത്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് നേരം കുതിർത്ത് അരിച്ചെടുത്തതാണ്. അതിനുശേഷം എടുത്തിരിക്കുന്നത് മസാലകളാണ്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 10-12 കുരുമുളക്, 4 ഏലക്കായ, 2 കഷ്ണം ജാതിപത്രി, ഒരു 6-7 ഗ്രാമ്പു, പിന്നെ കുറച്ച് പട്ട, അതൊരു വലിയ കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു സവോള, കുറച്ച് മല്ലിയില, ഒരു ചെറിയൊരു ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്. വെജിറ്റബിൾസ് എല്ലാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നെയ്ച്ചോറിലേക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം നെയ്യ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു 3/4 കിലോഗ്രാം അരിക്ക് ഒരു 100 ml നെയ്യ് എന്നുള്ള അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഈ നെയ്യ് കൂടുതലായിട്ടും പോവില്ല, അതുപോലെ കുറഞ്ഞും പോവില്ല. അപ്പോൾ ഒരു 3/4 കിലോഗ്രാം അരിക്ക് 100 ml നെയ്യ് എന്നുള്ള റേഷ്യോയിൽ എടുത്താൽ മതി. പിന്നെ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ചൂട് കട്ടിയുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ചൂടായതിന് ശേഷം ഒരു 2 സ്പൂൺ നെയ്യ് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. റൈസൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ സവോള, ക്യാരറ്റ്, അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മല്ലിയില മാത്രം അവസാനം എല്ലാം കുക്ക് ചെയ്തതിന് ശേഷമാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. വെള്ളം ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ ഇത് ഒരുപാട് വെന്ത് പോവാരി. അപ്പോൾ അതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് വെള്ളം എപ്പോഴും എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അളവ് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയാകും. കാരണം വെള്ളം അതിൽ തന്നെ നിന്ന് വേഗം പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ അളന്ന് വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ വേണമെങ്കിൽ ഉപ്പ് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കണം. ഉപ്പ് നോക്കുമ്പോഴെപ്പോഴും നമ്മൾ കുറച്ച് അധികമായിട്ട് വേണം ഈ വെള്ളത്തിൽ ഉപ്പ് നിൽക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾ അരി വെന്ത് കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിത് ഒരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം തീ നന്നായി കൂട്ടി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. റൈസ് അത്യാവശ്യം വെന്ത് ആവി നന്നായിട്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു 3/4 ഭാഗമായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള നെയ്യും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെരി ലോ ഫ്ലെയിമിൽ ഇതൊന്നും അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നന്നായി വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പിൻ്റെയും നെയ്യിൻ്റെയും എല്ലാ അളവ് കറക്റ്റാണ്. സ്പൈസസ് ഒന്നും കൂടുതലൊന്നുമില്ല. എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഈ നെയ്ച്ചോറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട്. അപ്പോൾ ഈ നെയ്ച്ചോറ് നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫസ്റ്റ് റെസിപ്പി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ട അളവിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ബാക്കി മസാലകളൊക്കെ നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ, പിന്നെ അതിലേക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടിയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ വറുത്തെടുക്കുകയാണ്. നമ്മളത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ടിട്ട് മറ്റു ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോൺഫ്ലോർ ഒന്ന് കട്ട പിടിച്ചിട്ടിരിക്കുന്നതൊന്ന് സ്പ്ലിറ്റപ്പ് ചെയ്തു. ഇനി ഞാനതൊന്ന് വാങ്ങി വെക്കുകയാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക്. ഇനി നമുക്ക് ബാക്കി ചില്ലി ചിക്കൻ്റെ സെമി ഗ്രേവി ടൈപ്പായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് സോസും മറ്റതൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ട് അതേ ഓയിലിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ എണ്ണ വീണ്ടും ചൂടാക്കി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു 4 വെളുത്തുള്ളി അതുപോലെ ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് പുതിനയിലും, പിന്നെ ഒരു സവോള. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ട് ബാക്കി വെജിറ്റബിൾസ്, പച്ചമുളക്, സവോള, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പുതിനയില അവസാനമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ്, അതുപോലെ തന്നെ ഒരു നുള്ളും കൂടി മഞ്ഞൾപ്പൊടി. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആദ്യം മസാല ചേർക്കുമ്പോഴും കുറച്ച് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കും കൂടി അത് കുറച്ച് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ മുളക് പൊടിക്ക് പകരം നമുക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. കാശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടും. ചില്ലി ചിക്കന് ഞാൻ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇതിൽ സോയാ സോസ് ആഡ് ചെയ്യാറില്ല. സോയാ സോസ് ആഡ് ചെയ്തിട്ടും ചില്ലി ചിക്കൻ ഉണ്ടാക്കുക റെസ്റ്റോറൻറ്റ് ടൈപ്പിലൊക്കെ സോയാ സോസ് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. പക്ഷേ ഞാൻ വെറും ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യാറ്. സോയാ സോസ് അധികം ഇടാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസ് 4 ടീസ്പൂൺ കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പുതിനയിലും ഒരു നുള്ള് ഗരം മസാലയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് നമ്മൾ 1 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാം.
ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ മസാലകളും അതുപോലെ തന്നെ സോസിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും എല്ലാം ചിക്കനിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ നെയ്ച്ചോറും ചില്ലി ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഈ രണ്ട് ഡിഷസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറും ചില്ലി ചിക്കനൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കാറുണ്ടാവും. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കാനും മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.